പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 10-ാം തീയതി വ്യാഴാഴ്ച, നോമ്പുകാലത്തിലെ 40-ാം ദിവസം. കർത്താവെ, പുതിയൊരു ദിവസം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു. ഈശോ, ഈ ദിവസം മുഴുവൻ അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നൽകണമേ. അവിടുത്തെ പീഡാസഹനത്തോട് കൂടുതൽ ചേർന്ന് വരുന്ന ഈ ദിവസങ്ങളിൽ ഈശോയെ, നോമ്പിലൂടെ പരിത്യാഗത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്താൻ വേണ്ട കൃപ നൽകണമേ. ഈ ദിവസം ഞങ്ങളെല്ലാ പ്രവർത്തന മേഖലകളിലും അവിടുത്തെ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം 11-ാം വചനം ഇന്ന് ധ്യാനിക്കാം. 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കി തരുന്ന വചനങ്ങൾ. അത്യാവശ്യത്തിലധികം കൈവശമിരിക്കുന്ന വസ്തുക്കളെല്ലാം അവസാനം നമുക്ക് ഭാരമായി മാറും. ഉള്ളത് പങ്കുവയ്ക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് വിഷമം തോന്നാമെങ്കിലും പിന്നീട് അത് സന്തോഷത്തിന് കാരണമായി തീരും. ഒന്നുമില്ലാത്തവർക്ക്, ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് നാം ചെയ്യുന്ന ഓരോ സഹായവും അവർക്ക് മുമ്പിൽ നമ്മെ ദൈവങ്ങളാക്കി മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പങ്കുവെപ്പിൻ്റെ സുവിശേഷം പ്രാവർത്തികമാക്കിക്കൊണ്ട് അപരൻ്റെ മുമ്പിൽ ക്രിസ്തുവായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.